മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് NIA ചോദ്യം ചെയ്യും. ഡൽഹി പട്യാല ഹൗസ് NIA പ്രത്യേക ജഡ്ജി ചന്ദർജിത് സിംഗ് തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് സംബന്ധിച്ചുള്ള തെളിവുകളും NIA കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, തഹാവൂർ റാണയെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ, ചോദ്യം ചെയ്യൽ, വിശദാംശങ്ങൾ എങ്ങനെ ബൽറാം? റിജിത്ത്, ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ NIA നേരത്തെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. 12ഓളം ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് ഈ സംഘം. തഹാവൂർ റാണയ്ക്ക് വേണ്ടിയുള്ള ചോദ്യാവലിയും തയ്യാറാക്കിയിരിക്കുന്നു. അത് പ്രധാനമായും നേരത്തെ ഡേവിഡ് കോൾമാൻ ഹെയ്ലിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാൾ നൽകിയ മറുപടികൾ അത് ഒത്തുചേർത്തുള്ള ഒരു ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നേരത്തെ തഹാവൂർ റാണ ഇന്ത്യ സന്ദർശിച്ച സമയം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിന് മുമ്പായി 8 തവണയോളം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. അത് ഇന്ത്യയിലെ പല നഗരങ്ങൾ, കൊച്ചിയും ഡൽഹിയും അടക്കമുള്ള നഗരങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ അതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ ചോദ്യാവലിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഹെയ്ഡ്ലി നൽകിയ മൊഴി അനുസരിച്ച് ഈ ഭീകരാക്രമണത്തിനായുള്ള മറ്റ് സാങ്കേതിക സഹായങ്ങൾ, അവർക്ക് യാത്രാ സൗകര്യങ്ങൾ, കൂടാതെ സാമ്പത്തിക സഹായം എന്നിവ നൽകിയത് റാണയാണ് എന്നാണ് മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ NIA ആസ്ഥാനത്ത് തന്നെ തയ്യാറാക്കിയിട്ടുള്ള അതീവ സുരക്ഷയുള്ള പ്രത്യേക സെല്ലിലാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 2:38 റാണയെ NIA ആസ്ഥാനത്ത് എത്തിച്ചത്. ഏതാണ്ട് 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന നടപടിക്രമങ്ങളാണ് കോടതിയിലും ഉണ്ടായത്. ഈ പ്രധാനമായും സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡിൽ ആവശ്യപ്പെടുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രം എടുക്കുന്ന ഒരു നടപടിയാണ് എങ്കിൽ, റാണയുടെ കാര്യത്തിൽ പൂർണ്ണമായും റാണയ്ക്കെതിരെ ഇതുവരെ ഈ ഭീകരാക്രമണവുമായി നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളുടെ പൂർണ്ണ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ NIA വയ്ക്കുകയായിരുന്നു. മുതിർന്ന അഭിഭാഷകരുടെ വലിയൊരു നിര തന്നെ NIAക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നു. ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് 18 ദിവസത്തെ കസ്റ്റഡിയിൽ റാണയെ വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം പട്യാല ഹൗസ് പ്രത്യേക NIA കോടതിയിൽ നിന്നും ഉണ്ടായത്. ഈ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് പൂർണ്ണ വിവരങ്ങളും ഈ റിമാൻഡ് ആവശ്യപ്പെട്ട 20 ദിവസത്തെ റിമാൻഡിൽ വേണം എന്നായിരുന്നു NIA ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ഈ ഇതുവരെയും ലഭ്യമായ തെളിവുകൾ നൽകി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇനിയും ചുരുളഴിയാത്ത കാര്യങ്ങൾ ലഭിക്കാനുണ്ട് എന്നും അതിന് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുമായിരുന്നു NIA കോടതിയെ അറിയിച്ചത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തഹാവൂർ റാണയെ വിശദമായി ചോദ്യം ചെയ്യാൻ NIAയുടെ പ്രത്യേക സംഘം